എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജി മേരി ജോർജ്, ലൈഫ് കോച്ച് ആൻഡ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീഷണർ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മളെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളുടെ മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബൈബിളിൽ യേശു പറഞ്ഞൊരു കഥയുണ്ട്. 100 ആടുകൾ ഉണ്ടായിരുന്ന ഒരു ഇടയന്റെ കഥ. ആ കഥയിൽ പറയുന്നത് അതിൽ ഒരു ആടിനെ കാണാതെ പോയപ്പോൾ ആ ഇടയന് 99 ആടിനെയും അവിടെ വിട്ടിട്ട് ആ ഒരാടിനെ അന്വേഷിച്ചു പോയി എന്നാണ്. കുഞ്ഞായിരുന്നപ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ ഒക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നിരുന്നൊരു ചോദ്യമുണ്ട്. ആ ഒരാടിനു വേണ്ടി 99 ആടിനെയും അവിടെ വിട്ടിട്ട് പോയാൽ ആ ആടുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവില്ലെന്ന്. ആ ചോദ്യം എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നതേ ഉള്ളൂ. അന്നോ പിന്നീടോ ഞാൻ ഒരാളോടും ചോദിച്ചിട്ടില്ല. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ പെട്ടെന്ന് ഈ കഥയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം പെട്ടെന്ന് പിടികിട്ടിയതുപോലെ തോന്നി. ആ ആർട്ടിക്കിളിൽ പറഞ്ഞിരുന്ന കാര്യം ഇങ്ങനെയായിരുന്നു: നമ്മുടെ മനസ്സിലെ 99% ചിന്തകളും ഒരു ഉപയോഗവും ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ചിന്തകളാണെന്ന്. വെറും 1% മാത്രം ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാകാനായിട്ട് കാരണമായിട്ടുള്ള ചിന്തകളെന്ന്. പഴയ കാലത്ത് നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ആരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ ഒക്കെ തോന്നുന്ന ചിന്തകൾ, നമ്മളെ വേദനിപ്പിച്ച ഓർമ്മകൾ, നമ്മളെ വേദനിപ്പിച്ചവരെ എങ്ങനെ തിരിച്ചുപദ്രവിക്കാം അല്ലെങ്കിൽ അവരോട് എങ്ങനെ പ്രതികാരം ചെയ്യാമെന്നുള്ള ചിന്ത, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങൾ, അല്ലെങ്കിൽ ഭാവിയെ പറ്റിയുള്ള ആശങ്കകൾ, അത് ഇതിലൊന്നും ഒതുങ്ങില്ല. അതിങ്ങനെ ഇതുപോലെയുള്ള പല പല കാര്യങ്ങൾ. ബാക്കിയുള്ള വെറും 1% മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് ഉപകാരമുള്ള ചിന്തകൾ. അതിനെ ഒട്ട് നമ്മൾ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറുമില്ല. കാരണം നമ്മൾ മറ്റുള്ള ചിന്തകളുമായിട്ട് ഭയങ്കര തിരക്കിലാണല്ലോ. പിന്നെ നമുക്ക് എവിടെയാണ് അതിന് സമയം? പക്ഷേ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു പുരോഗതി വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്രയോജനമില്ലാത്ത 99% ചിന്തകളെ നമ്മളൊന്ന് വിട്ടുകളയാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അതിനെ പൂർണ്ണമായും വിട്ടുകളയാൻ പറ്റിയില്ലെങ്കിലും മനസ്സിൽ അതിൻ്റെ പ്രാധാന്യം ഒന്ന് കുറച്ചുകൊണ്ടുവരികയെങ്കിലും ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ 1% നല്ല ചിന്തകളുടെ മേലെ ആത്മാർത്ഥമായിട്ടൊന്ന് വർക്ക് ചെയ്യാൻ തയ്യാറാകുക. അതിനുവേണ്ടി കൂടുതൽ സമയം കൊടുക്കാനായിട്ട് തയ്യാറാകുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന് വരുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഇത് പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, പ്രത്യേകിച്ച് അമിതമായിട്ട് ചിന്തിച്ചിരിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ. പക്ഷേ ഒന്ന് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ചിന്തകൾ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. എവിടെയെങ്കിലും ഒന്ന് ശാന്തമായിട്ടിരിക്കുക. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിലേക്ക് ഈയിടെയായിട്ട് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടെത്തുക. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, ആ ചിന്തകളെ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും പ്രയോജനമുള്ളതെന്നും ഇല്ലാത്തതെന്നും ഒന്ന് തരംതിരിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ നമ്മുടെ ജീവിതത്തിന് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനം ചെയ്യുന്ന ചിന്തകളെ ഒരു പേപ്പറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്കോ ഒന്ന് എഴുതി വെക്കുക. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എന്തെങ്കിലും ചിന്തകൾ കടന്നു വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ ഒരു ലിസ്റ്റ് എടുത്തു നോക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിനെ ആ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ചിന്തയിലേക്ക് മാറ്റുക. ആദ്യമൊക്കെ ചിലപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് പിന്നെ ആ എഴുതിയ ലിസ്റ്റ് എടുത്തു നോക്കേണ്ട ആവശ്യം പോലും വരില്ല. അല്ലാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രയോജനമില്ലാത്ത ചിന്തയെ നമുക്ക് ആവശ്യമുള്ള മറ്റൊരു ചിന്തയിലേക്ക് യാതൊരു പരിശ്രമവും കൂടാതെ തന്നെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ നിറയ്ക്കാൻ, ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവാനൊക്കെ ഇനി ഈ രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. എല്ലാവർക്കും വിജയാശംസകൾ.